നമസ്കാരം സുഹൃത്തുക്കളെ, സ്പോർട്സ് പിച്ചിലേക്ക് ഏവർക്കും സ്വാഗതം. അയർലൻഡിന്റെ രണ്ടാം നിര ടീമിന് മുന്നിൽ ലോക ചാമ്പ്യന്മാരായ ഭാരതത്തിന്റെ നീലപ്പട 34 റൺസിന് നാണം കെട്ട് തകർന്നടിഞ്ഞ ആ ബെൽഫാസ്റ്റ് തോൽവിയുടെ പുകച്ചിൽ ഇനിയും അടങ്ങിയിട്ടില്ല. 2020 ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ അയർലൻഡിനോട് തോറ്റിട്ടില്ലെന്ന ഇന്ത്യയുടെ അഹങ്കാരത്തിന്റെ കോട്ടയാണ് കഴിഞ്ഞ ദിവസം ബെൽഫാസ്റ്റിൽ ഐറിഷ് പട തച്ചുടച്ചത്. ചരിത്രത്തിലാദ്യമായി വഴങ്ങിയ ഈ നാണം കെട്ട അട്ടിമറി തോൽവിക്ക് പിന്നാലെ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ അണിയറകളിൽ ഇപ്പോൾ വൻ ഭൂകമ്പമാണ് ഉണ്ടായിരിക്കുന്നത്. ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്കെതിരെയും ഇന്ത്യൻ ബാറ്റർമാരുടെ ഉത്തരവാദിത്തമില്ലാത്ത സമീപനത്തിനെതിരെയും ഇതാ മുൻ ഇന്ത്യൻ ഇതിഹാസ ഓപ്പണറും നവാബ് ഓഫ് നജാഫ്ഗഡുവുമായ സാക്ഷാൽ വീരേന്ദ്ര സേവാഗ് അതിരൂക്ഷമായ ഭാഷയിൽ പൊട്ടിത്തെറിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ്. ക്രിക്കറ്റ് മൈതാനത്ത് ബൌളർമാരുടെ നെഞ്ചിലേക്ക് ഭയമില്ലാതെ കയറിച്ചെന്ന് തല്ലി തകർത്തിരുന്ന സേവാഗ് മൈക്കിന് മുന്നിലും തന്റെ ആ പഴയ അഗ്രസീവ് ശൈലി ഒട്ടും കൈവിട്ടിട്ടില്ല എന്ന് തെളിയിക്കുന്ന ഞെട്ടിക്കുന്ന തുറന്നടിക്കലുകളാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ക്യാപ്റ്റനായി അരങ്ങേറിയ ശ്രേയസ് അയ്യരുടെ തന്ത്രശൂന്യതയെയും പിച്ചിന്റെ സാഹചര്യം പോലും മനസ്സിലാക്കാതെ ആദ്യ പന്ത് മുതൽ സിക്സറുകൾക്ക് പിന്നാലെ പാഞ്ഞ് വിക്കറ്റ് ദാനം ചെയ്ത സഞ്ജു സാംസണും ഇഷാൻ കിഷനും അടങ്ങുന്ന മുൻനിരയുടെ നിലവാരമില്ലാത്ത കളിയെയും സേവാഗ് വലിച്ചു കീറി ഭിത്തിയിലൊട്ടിച്ചിരിക്കുകയാണ്. ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസിയിൽ ഞാൻ ഒട്ടും സംതൃപ്തനല്ല. ഇതേ നിലവാരമില്ലാത്ത കളി തുടരുകയാണെങ്കിൽ ഇനിയും ഇത്തരം തോൽവികൾ നമുക്ക് സ്വാഭാവികം മാത്രമാണ് എന്ന് തുടങ്ങി സേവാഗ് വിളിച്ചു പറഞ്ഞ കൈപ്പേറിയ സത്യങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്കിടയിൽ ഇപ്പോൾ കനത്ത ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ശ്രേയസിന്റെ നായക പദവിയെ സേവാഗ് ഇത്രത്തോളം വെറുക്കാൻ കാരണം? മത്സരത്തിന്റെ 15ാം ഓവറിൽ ശ്രേയസ് വരുത്തിവെച്ച ആ മണ്ടത്തരം എന്തായിരുന്നു? ഇന്ത്യൻ ബാറ്റിംഗ് നിരയിലെ ആ വലിയ ചതിക്കുഴികളെക്കുറിച്ച് വീരു തുറന്നടിച്ച രഹസ്യങ്ങൾ എന്തൊക്കെയാണ്? സ്പോർട്സ് പിച്ചിന്റെ കണ്ണു തുറപ്പിക്കുന്ന ഒരു ഇൻസൈഡ് സ്റ്റോറി വിശകലനത്തിലേക്ക് സ്വാഗതം. നമുക്ക് വീരേന്ദ്ര സേവാഗ് എന്ന ഇതിഹാസത്തിന്റെ രോഷത്തിന്റെ ഒന്നാമത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാരണത്തിലേക്ക് വരാം. അത് മറ്റൊന്നുമായിരുന്നില്ല, പുതിയ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ മോശം ഫീൽഡ് സെറ്റിംഗും തന്ത്രശൂന്യമായ ബൌളിംഗ് മാറ്റങ്ങളുമായിരുന്നു. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിനിറങ്ങിയ അയർലൻഡിനെ പവർ പ്ലേയിൽ തന്നെ 36 റൺസിന് 3 വിക്കറ്റ് എന്ന കടുത്ത തകർച്ചയിലേക്ക് തള്ളിയിടാൻ ഇന്ത്യൻ ബൌളർമാർക്ക് സാധിച്ചിരുന്നു. എന്നാൽ അവിടെ നിന്നാണ് ശ്രേയസ് അയ്യർ എന്ന ക്യാപ്റ്റൻ കളി കൈവിട്ടത്. മത്സരത്തിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിൽ, അതായത് 15ാം ഓവറിൽ ശ്രേയസ് എടുത്ത ഒരു തീരുമാനം കണ്ട് ക്രിക്കറ്റ് നിരീക്ഷകർ പോലും അമ്പരന്നു പോയിരുന്നു. ആ സമയത്ത് അയർലൻഡിനായി ക്രീസിൽ സെറ്റായ 2 വമ്പൻ ബാറ്റർമാരായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. കളി മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഈ ബാറ്റർമാർ ക്രീസിൽ നിൽക്കുമ്പോൾ അതിവേഗ പേസർമാരെ കൊണ്ടുവരുന്നതിന് പകരം ശ്രേയസ് പന്തേൽപ്പിച്ചത് വാഷിംഗ്ടൺ സുന്ദറിനെയായിരുന്നു. സേവാഗ് ഇതിനെയാണ് ഏറ്റവും കടുത്ത ഭാഷയിൽ ചോദ്യം ചെയ്യുന്നത്. ആദ്യം പറയട്ടെ, ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസിയിൽ ഞാൻ ഒട്ടും സംതൃപ്തനല്ല. ക്രീസിൽ സെറ്റായ 2 ബാറ്റർമാർ നിൽക്കുമ്പോൾ 15ാം ഓവറിൽ വാഷിംഗ്ടൺ സുന്ദറിനെ പന്തേൽപ്പിക്കാൻ എന്ത് ന്യായമാണുള്ളത്? പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ ഓവറിൽ വമ്പൻ റൺസ് വഴങ്ങുകയും ചെയ്തു. അതൊരു അങ്ങേയറ്റ മോശമായ തീരുമാനമായിരുന്നു. അതെ, ആ ഒരൊറ്റ ഓവറോടെയാണ് അയർലൻഡ് മത്സരത്തിലേക്ക് ശക്തമായി തിരിച്ചു വരുന്നതും സ്കോർ ബോർഡ് 182 എത്തിച്ചതും. ഒരു അന്താരാഷ്ട്ര മത്സരത്തിൽ ക്യാപ്റ്റൻസി ചെയ്യുമ്പോൾ കാണിക്കേണ്ട മിനിമം കൃത്യത പോലും ശ്രേയസ് കാണിച്ചില്ല എന്നാണ് സേവാഗ് അടിവരയിട്ട് പറയുന്നത്. അയർലൻഡ് ഉയർത്തിയ 183 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യൻ ബാറ്റിംഗ് നിരയെയാണ് സേവാഗ് അടുത്തതായി വലിച്ചു കീറിയത്. ആദ്യ ഓവറിൽ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ചേർന്ന് 16 റൺസ് എടുത്ത് മികച്ച തുടക്കം നൽകിയെങ്കിലും തൊട്ടടുത്ത ഓവറുകളിൽ സംഭവിച്ചത് വൻ ദയനീയ അവസ്ഥയായിരുന്നു. 2ാം ഓവറിലെ ആദ്യ പന്തിൽ തന്നെ സഞ്ജു സാംസൺ വെറും 5 റൺസുമായി ജയ്മൂന്ദ്രയുടെ പന്തിൽ ക്ലീൻ ബോൾഡായി. തൊട്ടുപിന്നാലെ ഇഷാൻ കിഷൻ വെറും 1 റൺസിനും ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ വെറും 3 റൺസിനും പുറത്തായി. 20 പന്തിൽ 50 റൺസ് അടിച്ച അഭിഷേക് ശർമ്മയുടെ വെടിക്കെട്ട് മാത്രമാണ് ഇന്ത്യക്ക് അല്പമെങ്കിലും ആശ്വാസം നൽകിയത്. തിലക് വർമ്മ, ശിവം ദുബെ എന്നിവർ പൊരുതാൻ നോക്കിയെങ്കിലും ഇന്ത്യ 148 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. ഈ ബാറ്റിംഗ് തകർച്ചയെക്കുറിച്ച് ചോദിച്ചപ്പോൾ സേവാഗിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു: ഇനി ഇന്ത്യൻ ബാറ്റിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് പറയാതിരിക്കുന്നതാണ് നല്ലത്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഒരു മാച്ച് ഫിനിഷർക്ക് വേണ്ടിയുള്ള സ്ഥിരതയൊന്നും ഈ ടീമിലില്ല. തുടർന്ന് ഇന്നത്തെ തലമുറയിലെ കളിക്കാരുടെ ചിന്താഗതിയെക്കുറിച്ചും വീരു കടുത്ത അമർഷം രേഖപ്പെടുത്തി.
സാഹചര്യങ്ങൾക്കനുസരിച്ച് കളിക്കാൻ പഠിക്കണം. ഇതേ നിലവാരമില്ലാത്ത കളി തുടരുകയാണെങ്കിൽ ഇനിയും ഇത്തരം തോൽവികൾ നമുക്ക് സ്വാഭാവികം മാത്രമാണ്. 2020 ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യ പന്ത് മുതൽ കണ്ണും പൂട്ടി സിക്സറുകൾക്ക് പിന്നാലെ പായുക എന്നതാണെന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന യുവതാരങ്ങളുടെ കരണത്തേറ്റ കനത്ത പ്രഹരമാണ് സേവാഗിന്റെ ഈ വാക്കുകൾ. പിച്ചിന്റെ മനോഭാവം മനസ്സിലാക്കാതെ സിംഗിളുകളും ഡബിളുകളും എടുത്ത് കളി ബിൽഡ് ചെയ്യാൻ അറിയാത്ത മധ്യനിരയാണ് ഇന്ത്യയുടെ പതനം പൂർണ്ണമാക്കിയത്. സേവാഗ് ഈ രീതിയിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിരയെ മൊത്തമായി കുറ്റപ്പെടുത്തുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ ആഘാതം അനുഭവിക്കാൻ പോകുന്നത് മലയാളികളുടെ സ്വന്തം സഞ്ജു സാംസൺ ആണ്. കഴിഞ്ഞ ചില ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായ ആ ഇൻഫ്ലൈറ്റ് യാത്രാ ചിത്രം നമ്മൾ കണ്ടതാണ്. വൈഭവ് സൂര്യവംശിയെയും അഭിഷേക് ശർമ്മയെയും പോലുള്ള പുതിയ യുവ ഓപ്പണർമാരെ പരീക്ഷിക്കാൻ വേണ്ടി സഞ്ജുവിനെ ടീമിൽ നിന്നും പുറത്താക്കാൻ വടക്കൻ ലോബികൾ വലിയ അജണ്ടകൾ തയ്യാറാക്കുന്നുണ്ടെന്ന തരത്തിലുള്ള ക്യാപ്ഷനുകൾ വലിയ രീതിയിൽ പുകഞ്ഞിരുന്നു. അങ്ങനെ ഒരു കടുത്ത സമ്മർദ്ദത്തിന്റെ നടുവിലേക്കാണ് സഞ്ജു ഈ മത്സരത്തിൽ ഓപ്പണറായി ഇറങ്ങിയത്. ആദ്യ ഓവറിൽ മികച്ചൊരു 4 അടിച്ച് തുടങ്ങിയെങ്കിലും രണ്ടാം ഓവറിൽ ജയ്മൂന്ദ്രയുടെ ആദ്യ പന്തിൽ തന്നെ ഇൻസൈഡ് എഡ്ജായി വിക്കറ്റ് നഷ്ടപ്പെടുത്തിയത് സഞ്ജുവിന്റെ കരിയറിന് വലിയൊരു തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. സേവാഗ് പറഞ്ഞതുപോലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കാതെ വലിയ ഷോട്ടിന് മുതിർന്നതാണ് സഞ്ജുവിനും ഇവിടെ വിനയായത്. സഞ്ജു ഒരു മത്സരത്തിൽ പരാജയപ്പെടുമ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരെ പേനയേന്തുന്ന വടക്കൻ മാധ്യമങ്ങൾക്ക് സേവാഗിന്റെ ഈ പ്രസ്താവന വലിയൊരു ആയുധമായി മാറും. എങ്കിലും സേവാഗ് വ്യക്തിപരമായി സഞ്ജുവിനെ മാത്രമല്ല മറിച്ച് ടീമിന്റെ സ്ഥിരതയില്ലാത്ത ബാറ്റിംഗ് ഓർഡറിനെയും ഫിനിഷിംഗിലെ പോരായ്മകളെയുമാണ് ചൂണ്ടിക്കാണിച്ചത്. ഇന്ത്യയെ പോലൊരു വലിയ രാജ്യത്തിന്റെ മുൻനിര ബാറ്റർമാർ അയർലൻഡിന്റെ ബൌളർമാർക്ക് മുന്നിൽ ഇത്ര എളുപ്പത്തിൽ ആയുധം വെച്ച് കീഴടങ്ങിയത് ഒട്ടും വച്ചുപൊറുപ്പിക്കാൻ കഴിയാത്തത് തന്നെയാണ്. സേവാഗിന്റെ ഈ കടുത്ത തുറന്നടിക്കലുകൾ ഇന്ത്യൻ ടീം മാനേജ്മെന്റിന്റെയും ചീഫ് സെലക്ടർ അജിത് അഗാർക്കറുടെയും കണ്ണു തുറപ്പിക്കുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ലോക ചാമ്പ്യന്മാരായ ഒരു ടീമിന് വിദേശ മണ്ണിൽ വെച്ച് 5ഓളം സീനിയർ കളിക്കാരില്ലാത്ത അയർലൻഡിനോട് 34 റൺസിന് തോൽക്കേണ്ടി വന്നു എന്നത് വലിയൊരു നാണക്കേടാണ്. ഈ സാഹചര്യത്തിൽ വരും ഞായറാഴ്ച ഇതേ ബെൽഫാസ്റ്റ് മൈതാനത്ത് വെച്ച് നടക്കാനിരിക്കുന്ന രണ്ടാമത്തെയും അവസാനത്തെയും 2020 മത്സരം ഇന്ത്യക്ക് ഒരു അഗ്നി പരീക്ഷയാണ്. പരമ്പര കൈവിട്ടു പോകാതിരിക്കാൻ ഇന്ത്യക്ക് ഞായറാഴ്ചത്തെ മത്സരത്തിൽ വിജയം അനിവാര്യമാണ്. സേവാഗ് ചൂണ്ടിക്കാണിച്ചതുപോലെ ശ്രേയസ് അയ്യർ തന്റെ ക്യാപ്റ്റൻസി തന്ത്രങ്ങളിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. ഡെത്ത് ഓവറുകളിലും മിഡിൽ ഓവറുകളിലും കൃത്യമായ ബൌളിംഗ് മാറ്റങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ ഐറിഷ് പട വീണ്ടും ഇന്ത്യയെ ഞെട്ടിക്കും. അതുപോലെ തന്നെ ബാറ്റിംഗിൽ സഞ്ജു സാംസണും ഇഷാൻ കിഷനും അനാവശ്യ സമ്മർദ്ദങ്ങൾ മാറ്റിവെച്ച് തങ്ങളുടെ സ്വാഭാവിക കളിയിലേക്ക് തിരിച്ചെത്തണം. ആദ്യ പന്ത് മുതൽ സിക്സറുകൾക്ക് പിന്നാലെ ഓടാതെ പിച്ചിന്റെ വേഗതയും ബൗൺസും മനസ്സിലാക്കി റൺസ് കണ്ടെത്താൻ ഇന്ത്യൻ യുവനിര തയ്യാറാകണം. സേവാഗിന്റെ ഈ വിമർശനങ്ങളെ ഒരു പോസിറ്റീവ് എനർജിയായി എടുത്ത് ഞായറാഴ്ച ഇന്ത്യ ഒരു വമ്പൻ തിരിച്ചുവരവ് നടത്തുമോ അതോ അയർലൻഡ് ചരിത്ര പരമ്പര സ്വന്തമാക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം. അതേ സുഹൃത്തുക്കളെ, ഇന്ത്യൻ ടീമിന്റെ ദയനീയ പ്രകടനത്തിൽ പൊട്ടിത്തെറിച്ച് വീരേന്ദ്ര സേവാഗ് നടത്തിയ ഈ അതിരൂക്ഷമായ മാസ് വിമർശനങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? 15ാം ഓവറിൽ വാഷിംഗ്ടൺ സുന്ദറിനെ പന്തേൽപ്പിച്ച ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരുടെ തീരുമാനം വലിയൊരു അബദ്ധമായിരുന്നു. എപ്പോഴും സിക്സറുകൾക്ക് പിന്നാലെ പായുന്ന ഇന്നത്തെ ഇന്ത്യൻ ബാറ്റർമാരുടെ ശൈലിയെക്കുറിച്ചുള്ള സേവാഗിന്റെ വാക്കുകളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഞായറാഴ്ച നടക്കുന്ന നിർണായക പോരാട്ടത്തിൽ സഞ്ജുവും ശ്രേയസും ശക്തമായി തിരിച്ചുവരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പരമാവധി എല്ലാ ക്രിക്കറ്റ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്ത് ഈ വലിയ ഇൻസൈഡ് വാർത്ത എല്ലാവരിലും എത്തിക്കുക. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതുപോലുള്ള കൃത്യമായ സ്റ്റാറ്റസ് വിശകലനങ്ങളും ഏറ്റവും പുതിയ മാസ് ബ്രേക്കിംഗ് വാർത്തകളും തത്സമയം ആദ്യമേ അറിയാൻ സ്പോർട്സ് പിച്ച് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.